ഇവന്മാര് ട്രെയിൻ കളിക്കുകയാണോ? കാണാൻ തള്ളി നിൽക്കുക. അതല്ല കേണൽ സാബ് വന്നേക്കണെന്ന്. ബാക്കിൽ കേണൽ സാബ്. എന്തെങ്കിലും നമ്പർ കേട്ടോ. എന്താണത്? ബീവറേജിന്റെ ക്യൂവിൽ ജവാൻ മേടിക്കാൻ നിൽക്കാണ്. കുണ്ടി തള്ളി നിൽക്കാൻ നേരെ നിൽക്കി. ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ തോക്ക് നേരെ പിടിക്കണം, അതിനുശേഷം പതുങ്ങണം, എന്നിട്ട് പമ്മി പമ്മി വേണം ഇങ്ങനെ പോവാൻ. ശത്രുവിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ തോക്കാണ്ട് വായിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യണം. എങ്ങനെ? എന്താണ് കുരങ്ങൻ ചാടി പിടിക്കണ പോലെ? നീ പണ്ട് ഇത്തിരി ഓവറാണ്, അങ്ങനെ മാറിക്കാണ്. അപ്പൊ ഇങ്ങനെ ദിവസവും 3 നേരം ഭക്ഷണത്തിന് ശേഷം കഴിക്കുക. അല്ല കളിക്കാന്ന്. സാർ, ഈ പ്രവൃത്തി നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? അല്ല, ഇതുവരെ പേരൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. വേണമെങ്കിൽ ഡാഡില്ലായ്മ തരം എന്ന് വിളിക്കാം. സെൻസർ ഉള്ളതുകൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല. എടോ, ഇതിന്റെ പേരാണ് ഗറില്ല യുദ്ധം. മണിയാ വളവരി, ഇതെങ്ങനെ നിനക്കറിയാം? ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഇതിന്റെ പേരിൽ സിനിമ വരെ ഇറങ്ങിയിട്ടുണ്ട്. തന്നെ ഗറില്ല ഓപ്പറേഷൻ പോലും പഠിക്കാണ്ട് വന്നിരിക്കാണ് പോലീസുകാർ. ഇതാരാണ്? കേണൽ സാറാ? എപ്പത്തി? അല്ല മിസ്റ്റർ ഭാഗ്യരാജ്, ഞങ്ങൾ ആർമിക്കാർ ചെയ്യുന്ന ഗറില്ല ഓപ്പറേഷൻ നിങ്ങൾ പോലീസുകാരെന്തിനാ ചെയ്യുന്നത്? അല്ല, ഇപ്പൊ പോലീസാണ്. നിവൃത്തികളുടെ എപ്പോഴാണ് ആർമിയിൽ വന്നിട്ട് കേണലാവണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. സാറേ, ഇത് പുതിയ പണിയായിട്ട് വന്നേക്കണ്ട. സാറ് കാര്യം എന്താണെന്ന് നോക്കി. അല്ല, കേണൽ എന്തിനാണ് വന്നത്? കാര്യം പറയും. ഞങ്ങളുടെ പുതിയ സംരംഭത്തെ കുറിച്ച് അറിഞ്ഞു കാണുമല്ലോ. സാറിന്റെ സാന്നിധ്യവും ഞങ്ങൾ കാംക്ഷിക്കുന്നുണ്ട്. സാന്നിധ്യം കാഷ്ടിക്കുകയാണ്. അതായത് ഞങ്ങൾ പോലീസുകാർക്ക് നല്ല പണി പശുവും പാൽ അരച്ച് തന്നിട്ട് അതിന്റെ വീതം കുടിക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളെ തന്നെ വിളിക്കുക. ഓർത്തിട്ട് എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നും. ശരിയാ. എന്തോടെ? സാറേ, നമ്മുടെ കേണൽ സാബ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പലരും അങ്ങോട്ട് പോകും. അപ്പൊ കേണലിന് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടല്ലോ. എന്നാ പിന്നെ ചൽത്തേ ചൽത്തേ നന്നായി സാറേ. സാർ ഇപ്പോഴാണ് സ്റ്റേൺ ആയത്. അണലിയ മൂർഖനെയല്ല, സാറൊരു രാജവെമ്പാലയെ നോച്ചോട്ടത്. മണിയേ, പ്രകാശ് സാറേ, അത് രാജവെമ്പാലാണെങ്കിലേ ഭാഗ്യരാജ് സാറ് അനോക്കൊണ്ടയാ. അനോക്കൊണ്ട അറിയോ? ഓപ്പറേഷന് മുമ്പ് ഒരു അനക്കം ഉണ്ടാവില്ല. അനക്കൊണ്ട സാറേ, കാര്യങ്ങൾ കൈവിട്ട് പോയിട്ടാ. എന്താന്ന് പെട്ടെന്ന് പറഞ്ഞ തൊലക്കി. SP ഓഫീസിൽ നിന്ന് കോള് വന്നിരുന്നു സാർ. എന്തിന്? കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മുടെ സ്റ്റേഷനിൽ കേസുകളൊന്നും രജിസ്റ്റർ ചെയ്യാത്തതിന്റെ പേരിൽ ഈ സ്റ്റേഷനിൽ റിമാർക്ക് വന്നിരിക്കണം സാർ. പറഞ്ഞില്ലാന്ന് വേണ്ട. മണിയേ, അടിയന്തരമായിട്ടൊരു ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ. അല്ല സാറേ, സാധാരണ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണല്ലോ അടിയന്തര. എന്റെ മലയപ്പൊതി അമ്മ, നീയാണ് ശരിക്കുള്ള പോലീസുകാരൻ കേട്ടോ.